വെറൈറ്റി സംഭവമാണ് ഇത് വന്നിട്ടുള്ളത്. ആമസോണിൽ നിന്നിട്ടാണ്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതുപോലെ തന്നെ കുറെ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ആ കുറെ അൺബോക്സിങ് വീഡിയോസ് ഒക്കെ വരും. അപ്പൊ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് കട്ട് എടുക്കാം. തുറക്കണേന്നാണ് ഞാൻ വിചാരിച്ചത്. ഇതൊന്ന് വരഞ്ഞ് കൊടുത്തുകൊണ്ട് തോന്നുന്നുണ്ടായിരുന്നു. ചുമ്മാ നമ്മൾ റിസ്ക് എടുക്കും. അപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ആമസോണിൻ്റെ പെട്ടിയാണ്. ഉള്ളിലൊരു ബോക്സും കൂടി വയ്ക്കാം. അത് നമുക്കിങ്ങനെ പയ്യെ എടുക്കാം. ഞാൻ സ്കൂളിൽ വിട്ട് വന്ന വഴിയാണ്. അതാണ് യൂണിഫോമിലൊക്കെ നിൽക്കുന്നത്. അപ്പൊ കമ്പനിയുടെ പേര് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാധനം. ഇവിടെ ആയിട്ടൊരു ചെറിയ ലോക്ക് വരുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ തുറന്ന് പതിയെ ഇത് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ ഇതിന് ബില്ല് വെച്ചിട്ടുണ്ട് ആമസോണിൻ്റെ. ഇതിനൊരു 10,000 rupees ആണ് വരുന്നതിൻ്റെ ബില്ലാണ്. നമുക്ക് തുറക്കാം. അപ്പൊ നല്ല ക്യൂട്ട് 2 കാർഡ് വരുന്നുണ്ട്. ഇത് QR കോഡ് സ്കാനിങ് കാർഡാണ്. ഗ്യാരണ്ടിയുടെ ഇതാണ്. ഇത് വാരണ്ടിയുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല നല്ല പാക്കിംഗ് ആണ്. ഇത് ഇവിടെ തെർമോക്കോളൊക്കെ വെച്ചിട്ടുണ്ട്. എവിടെയും ചാടി പൊട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയേക്കാം. ഇവിടെ ഒരു വയറ് ചാടിപ്പോയി. ഇതിൻ്റെ ഉള്ള നമ്മുടെ ഈ CPU-യിലൊക്കെ കുത്തുമ്പോൾ, കമ്പ്യൂട്ടറിലൊക്കെ കുത്തുമ്പോഴത്തെ ഒരു കേബിള് നിന്നിട്ടുണ്ട്. ഇതിൻ്റെ മാനുവലാണ്. നമുക്കത് ഇവിടെ നമ്മളിങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ കുത്തി വെക്കില്ലേക്ക്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. ഇങ്ങനെ ഇങ്ങനെ ഇൻവെർട്ടറിലൊക്കെ കുത്തുമ്പോഴത്തെ സാധനമാണ്. നമുക്കിത് പതിയെ ഓപ്പൺ ചെയ്യണം. പതിയെ ഓപ്പൺ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് എടുക്കാം. അടിപൊളി കേട്ടോ. അതെ ഇതാണ് നമ്മുടെ സാധനം. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിനു മുമ്പ് തന്നെ ഈ കേബിളില്ലേ, ഇത് ഇതിന്റെ ബാക്കിൽ കുത്താനാണ്. ഇതിന്റെ ബാക്കിന് ഇവിടെ ആയിട്ട് കുത്തി ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള കേബിളാണിത്. പിന്നെ ഇതിന്റെ ബാക്കിലായിട്ടൊരു ഫാൻ വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെ കുറെ ഇങ്ങനെ നോബുകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഒരു USB പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്വിച്ചുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇവിടെ ആയിട്ടൊരു ഔട്ട്പുട്ടിന്റെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ പവറിന്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഇവിടെ 3 നോബുകൾ വരുന്നത്. ഇത് പോസിറ്റീവ് റെഡ്, ഗ്രീന് എർത്ത്, ബ്ലാക്ക് ബ്ലാക്ക് നെഗറ്റീവും ആണ് വരുന്നത്. പിന്നെ ഒരു കറണ്ടിന്റെ ഒരു നോബ് വരുന്നുണ്ട്. പിന്നെ ഒരു വോൾട്ടേജിന്റെ വരുന്നുണ്ട്. പിന്നെ ഒരു USB പോർട്ടും ഇതിൽ വരുന്നത്. നമുക്കിതൊന്ന് ഓൺ ആക്കി നോക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ പവറിന്റെ സ്വിച്ച്. നമ്മള് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പൊ 10 volt ആണ് ഇതിൽ നിൽക്കുന്നത്. ഇപ്പൊ നമുക്കിതില് 0 to 61 volt വരെ ഇതിൽ വരും. അപ്പൊ നമുക്കിപ്പോ ഇതില് ഇപ്പൊ 61 ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിച്ച് നമ്മൾ മടുക്കും. അപ്പൊ നമ്മൾ ഇതിലൊന്ന് നെറ്റിയിട്ട് 1 ആക്കുക. എന്നിട്ട് ഇത്ര അടുത്തത് ഇപ്പൊ ഇതിലുള്ള വോൾട്ടേജ് 61 volt
വോൾട്ടേജും പിന്നെ 5.1 ആംപിയറുമാണ് കിടക്കുന്നത്. നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലേക്ക് ഇത് ഓൺ ആക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഡിവൈസ് ഇപ്പോൾ 61 വോൾട്ട്, ഇപ്പോൾ 61 വോൾട്ട് ആണല്ലോ ഇത് കിടക്കുന്നത്. അത്ര വോൾട്ട് തന്നെ നമ്മൾ വെക്കുന്ന ഒരു ഡിവൈസ് വേണം കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 3 വോൾട്ടിൻ്റെ ഡിവൈസ് എടുത്തു എന്നായിരിക്കും. അപ്പോൾ നമ്മളിത് കുറച്ചിട്ടിട്ട് വേണം ഇതിൽ കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അടിച്ചു പോകും. അപ്പോൾ നമ്മളിത് ഇത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഔട്ട്പുട്ട് വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൽ എന്തോരം കറണ്ട് വരുന്നുണ്ട്, എത്ര വാട്ട്സ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ സാധനം യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ലാപ്ടോപ്പും മൊബൈലൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ നന്നാക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള സാധനമാണിത്. അപ്പോൾ ഇനി കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഓസിലോസ്കോപ്പ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ അൺബോക്സിങ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്ക് ആമസോണിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുള്ളവർ വാങ്ങാം. ഇതിന് 10,000 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും